അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ ലിഫ്റ്റ് പമ്പ് അല്ലെങ്കിൽ ഹൈ ഹെഡ് പമ്പ്. ഈ പമ്പിന്റെ ഹെഡ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. പിന്നെ ഈ പമ്പിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല പ്രഷറിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് ഫയർ പമ്പ് എന്ന് പറയും. അപ്പൊ ആ ഒരു പേര് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ കളറും റെഡ് കളർ അയക്കുന്നത്. ഇതിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ഇതിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് 3 ഔട്ട് എടുക്കാം. അറ്റ് എ ടൈം നമുക്ക് 3ലും ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഡെലിവറി വോളിയം കുറയുന്നേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഡയ എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ബാക്കി രണ്ടും 1.5 ഇഞ്ച് വീതമാണ്. മറ്റുള്ള പമ്പുകളിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഹൈ ഹെഡ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു 2 സ്റ്റേജ് പമ്പാണ്. ബാക്കിയുള്ള പമ്പുകളിൽ ഒരു ഇംപെല്ലറും ഒരു ഡിഫ്യൂസറും ഉണ്ടാവുള്ളൂ. ഇതിൽ വരുമ്പോൾ 2 ഇംപെല്ലറാ വരുന്നത്. ഇതാണ് ഈ പമ്പിന്റെ അകത്ത് വരുന്ന പാർട്സ്. അതായത് 2 ഇംപെല്ലർ വരും. അതുപോലെ തന്നെ ഒരു ഡിഫ്യൂസർ മാത്രമല്ല, ആ ഒരു ഡിഫ്യൂസറിന്റെ ഒരു കേസിംഗ് കൂടെ, അങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഈ പമ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ വുഡ് പേക്കറിന്റെ WP200 എന്ന് പറയുന്ന എഞ്ചിനാണ്. അതായത് 200 cc വരുന്ന എഞ്ചിനാണ്, 6 HP. നമുക്ക് ഈ പമ്പ് പമ്പ് കിറ്റായിട്ടും അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 200 cc എഞ്ചിൻ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് പമ്പ് കിറ്റും ഫ്രെയിമും അങ്ങനെ നമുക്കൊരു പമ്പ് കിറ്റായിട്ട് നമുക്ക് തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഏതൊരു ഷോപ്പിലുള്ളവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഹോണ്ടയുടെ എഞ്ചിനോ അല്ലെങ്കിൽ ബ്രിക്സ് ആൻഡ് സ്റ്റാർട്ടറിൻ്റെ ഒക്കെ എഞ്ചിനുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പമ്പ് കിറ്റായിട്ട് മാത്രം തരാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർക്ക്, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു എഞ്ചിൻ ഉണ്ടെന്നാണെങ്കിൽ ഈ പമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.